അത്ര ദിവസമേ നിന്നിട്ടുണ്ടെങ്കിൽ പോലും ചേട്ടൻ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ആദ്യം ഇൻട്രോ പറയുമ്പോൾ തന്നെ ആ ഒരു കത്ത്, അത് എത്ര ബിഗ് ബോസ് സീസൺ എടുത്താലും അതുപോലത്തെ ഒരു കത്ത് ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ പോലും പറഞ്ഞത് അത്രയും ഹൃദയവിശാലതയുള്ള ഒരാളില്ല. എങ്ങനെയാണ് ഇങ്ങനെ ഹൃദയവിശാലത ആവാൻ പറ്റുന്നത്? അപ്പൊ എന്റെ മനസ്സിൽ ചോദിച്ചു, ഇത്ര ഹൃദയവിശാലത ഉണ്ടെ പിന്നെ അതോട്ട് തിരിച്ചു കയറ്റിക്കൂടെ, പുറത്തോട്ട് പോകാൻ പറയുന്നത് എന്തിനാണ് എന്നെ മനസ്സിൽ തോന്നി. എനിക്ക് അത് ഈ പറഞ്ഞ പോലെ ശരിയാണ്. ഒരുപാട് പേര് അത് കണ്ടിട്ട് ഒരു നല്ല കമന്റ്, നല്ല മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടു. അത്ര നല്ല മനുഷ്യനൊന്നും അല്ലെങ്കിൽ പോലും അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എനിക്ക് വളരെ ടച്ച് ചെയ്ത് അഞ്ചു വരെ നടി അഞ്ചു വരെ എനിക്ക് ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു. അവർ സംസാരിക്കുമ്പോൾ വോയിസ് മെസ്സേജ് ഇടുമ്പോൾ അവര് ശബ്ദം ഇടറി ശരിക്കും കരയുന്നത് പോലെയാണ്. ഒരു ആക്ടർ ആകുമ്പോൾ കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ആ ഒരു മെസ്സേജ് ഇട്ടു. അതെനിക്ക് വളരെ ടച്ചിങ്. അല്ല ഇത് തന്നെ ആ ഒരു കത്തുണ്ടല്ലോ രഞ്ജിത് ഭായി, അതെനിക്ക് വല്ലാത്ത എന്തോ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഭാഷയാണ് സംസാരിച്ചത്. അപ്പോൾ ഒരുപാട് പേര് എന്നെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അഞ്ജുവിനെ പരിചയമുണ്ട്, ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാനൊക്കെ ആ ഒരു ചേട്ടൻ പറഞ്ഞ ആ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടോ. അപ്പൊ നമ്മൾ ശരിക്കും നമുക്ക് ഇതുപോലെയൊക്കെ മാറാൻ പറ്റിയിരുന്നെങ്കിലോ, ജീവിതത്തിൽ നമ്മൾ ഒരു നിമിഷമെങ്കിലും ആലോചിക്കുമല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റിയിരുന്നെങ്കിലോ. അങ്ങനെ കുറെ പേരെ ചിന്തിപ്പിക്കാൻ കുറച്ച് സമയത്തേക്കെങ്കിലും ചേട്ടന് പറ്റി. അതൊരു വലിയ കാര്യമാണ്. അതെ, നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ. ഈ പിന്നെ ആരോടും പരാതി ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ പരാതി ഇല്ലാത്ത മനുഷ്യനായിട്ട് കാണരുത്. പരാതികളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ആ നിമിഷത്തിൽ എനിക്ക്, കാരണം കുഞ്ഞു പരാതികളേ ഉള്ളൂ. ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് പറയാൻ ആർക്കാണ് പരാതി? വലിയ പരാതികളൊന്നും, വലിയ അറ്റാക്കൊന്നും എന്റെ നേരെ വന്നിട്ടുമില്ല. അപ്പൊ ആ കുഞ്ഞു പരാതി അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞ് അതിനൊന്നും വലുതാക്കണ്ട എന്നാണ് എന്റെ പ്രധാനമായിട്ടും എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അത് അദ്ദേഹം വായിച്ചപ്പോൾ, മലയാളികൾക്ക് പ്രിയപ്പെട്ട ശബ്ദത്തിനുടമ, മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ, അത് വായിച്ചപ്പോൾ എനിക്ക് ലാൽ സാറിനോട് പറയാൻ മാത്രം പരാതികളൊന്നും തന്നെ ഇല്ല. വായിക്കുമ്പോൾ അത് എത്ര പേരുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറും. അത് ഞാനൊന്ന് വായിച്ചാൽ അത്രയും വരില്ല. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളും, അത് എത്ര എന്ത് മനോഹരമായ ഒരു പരാതിയാണിത്, എത്ര ഹൃദയവിശാലതയോടെയാണ് നിങ്ങളെ അദ്ദേഹം കണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അത് അപ്പോഴാണ് കേൾക്കുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർ സിംഗറിൽ ഒരു പാട്ട് ഒരു കുട്ടി പാടി, നമ്മൾ ആസ്വദിച്ചു കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിന്റെ ജഡ്ജസ് വന്നില്ല, അതിന്റെ മനോഹരമായിരുന്നു, അതിന്റെ അതായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ശരിയോ ഇത്രയും നന്നായിരുന്നു എന്ന് നമുക്കും ഉള്ളിലോട്ട് കയറും. അപ്പൊ അതുപോലെ ചെറിയൊരു 2 വരി അങ്ങനെ ആയിപ്പോയി.